ആന കേറാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. ആഗ്രഹം തീർക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു. അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നടാ, ചെന്നപ്പോ ഇന്ന് അവധി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായ ആന കയറണമെന്ന മുഖമായി ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്ന് അടുത്ത് അറിയില്ല അവ കിട്ടണ പോലെ എന്തിനാ നമുക്കും കൂടെ. ഞാൻ ജസ്റ്റ് മിസ്സിലങ്ങ് വിടും, എന്നിട്ട് നേരെ നിന്റെ മണ്ടയിലായിരിക്കും. അതേ മുഖം കിടന്നുറങ്ങുമ്പോൾ അതേ മുഖം. എടാ നിന്റെ ఇది కనిపిస్తుంది, ఇటు వచ్చి నిల్చో. ഗുന നീ ശരി അപ്പു അപ്പാ അപ്പാ മോനെ അപ്പോ അനക്കെ ഇല്ല, മൂടില്ല. കുത്തും നിന്നെ, കുത്തും. ഒരു ആനക്കഥ, വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കുന്ന ആനക്കഥ. ആന ഇടഞ്ഞ് താഴെ ഇടോ, താഴെ ഇടോ, താഴെ ഇടോ. ആന നമ്മളെ താഴെ ഇടുമോ, അത് നമ്മൾ ആനേനെ പുറത്ത് വെക്കുമെന്ന് അറിഞ്ഞൂടാ. കേറൂ എന്നറിയില്ല. പുറത്ത് കയറണ എന്ത് അതാ അതാ ഫ്രണ്ടിലോട്ടാ അങ്ങനെ ലാസ്റ്റ് അത് നടന്നു. അടിപൊളി. അവന് പേടിയായിരിക്കും. ഷുവറായിട്ട് അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് നിനക്ക് നോക്കിയേ ഞാൻ
എത്ര നാളത്തെ ആഗ്രഹം എന്നറിയാവോ ആനപ്പുറത്ത് കയറാൻ വേണ്ടി. നമ്മൾ എവിടെയൊക്കെ പോയി എന്നറിയാവോ, പക്ഷെ ഒരു അവസാനം കൊണ്ട് എത്തിച്ച്. എന്നിട്ട് ഇനി ചിരിക്കുന്ന കയറിയപ്പോ ശരി എന്താണ് പന്തളതാ എന്താണ് ഇഷ്ടപ്പെട്ടോ? കൊണ്ടുപോകണം. കുട്ടി നമ്മളെന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാ. സമ്മതിക്കുമെന്നോ? തലേണ കെട്ടി പിടിച്ചടക്കുന്ന പോലെ. എന്ത് കാണാം? ഗംഗയ്ക്ക് ആരും കൊടുക്കണ ഇഷ്ടല്ല, പോട്ടെ പാവല്ലേ. വിഷയില്ലാതെ ഇതാണ് പെറ്റാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പാമ്പിനെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സെല്ല് ഭയങ്കര രസമാണ്. അത് അല്ല വീഴാതിരിക്കുന്ന സ്കിന്നാണ് സ്നേക്കിന്. പേരുണ്ടോ? ചില്ലത്തോടെ വിളി. അടുത്ത ഒരു പോക്കറ്റ് ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണണം. അടുത്ത് നീ എടുക്കുന്നുണ്ട്. അതിങ്ങനെ ചുറ്റി കയറുന്ന ഒരു വീഡിയോ എടുക്കണ കൊള്ളായിരിക്കും അല്ലേ? മാല പോലെ പറ്റി കിടക്കുന്നുണ്ട്. തല എവിടെ ഇരിക്കുന്നു? നോക്ക്. അതല്ല നോക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടി. വെയിറ്റ് അല്ല, നല്ല സ്റ്റിഫായിട്ട് ഹാർഡായിട്ട് നാക്ക് കിട്ടും. രാത്രി മിക്കവാറും കിടന്ന് വിളിക്കും, അയ്യോ പാമ്പേ. നമുക്ക് ചെറുത് വലുതാണ് ഇഷ്ടം. ചെറുത് പേടിയും വലുത് ഇഷ്ടം. അത് നല്ല പിരിഞ്ഞു വെച്ച് തരും. പാമ്പിന്റെ ഇത് ശത്രുത ഭയങ്കര എഫക്റ്റീവാണ്. ഇത് എന്റെ പുതിയ ഫ്രണ്ട് കാ. നിങ്ങൾ എല്ലാരും കാണണം. ഈ വീഡിയോ കാണാതെ പോകരുത്. ഈ വീഡിയോ നമ്മുടെ കാ കാണാതെ പോയി കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ്. അത് നിനക്ക് താങ്ങൂല. ചില്ലറാഗ്രഹം
സിമ്പിൾടാ. സിമ്പിൾ. ഹബീബി. ഉണ്ടല്ലേ കഴുത്തിൽ ഫീൽ ചെയ്യുന്നില്ലേ? പല്ലിലെ കമ്പിയൊക്കെ അത് കടിച്ചെടുക്കും. അയ്യോ, അങ്ങനെ നമ്മൾ എവിടെയാണ്? കാവേരി എലിഫന്റ് പാർക്ക്. നിന്റെ ദേഹത്ത് ഇത്രയും നടന്നത് എന്റെ ഒരു കാപ്പറക്കിനെ പറഞ്ഞു. അതാ കമോനെ കയ്യില് പിടിക്കാം. കമോനെ അയ്യോ അത് ആനയുടെ മാറിപ്പോയി. മാറി കുറുമ്പ വിശക്കാൻ തോന്നുന്നതാ. ഈ ചേട്ട കൊള്ളാവോ? കുറച്ചുകൂടെ വലുതൊക്കെ ആവുമ്പോ നമുക്ക് ഇതുപോലെ തുറന്നു തരുന്നില്ല. ഇതിനെ തന്നെ തരാം. അത്രക്ക് ഇഷ്ടായെങ്കിൽ നല്ല ഫുഡ് അടിയാ. ഇതിനകത്തുണ്ട് കൊറേ ചിക്കൻ. പിടിച്ചോ പിടിച്ചോ, അത് പിടിച്ചോ. നമ്മള് പിന്നെ ബംഗാൾ കുടുംബക്കാരാ. ഏതാ ഇല്ല, അത് കടിക്കുള്ളൂ, തിന്നൂല. അവന്റെ പുല്ലാണോ ധരിച്ചാണോ നിന്റെ പൊടി കണ്ടപ്പോ? നമുക്ക് റൈഡ് കളിക്കാൻ പോകാം. അയ്യോ, റൈഡ്. വല്ലതിലായേ അതിവാ അതിവാ. ഹലോ, ഇത് കുടിക്കാ? ഇല്ലല്ലോ, ഇവിടെ ഇത് കൊള്ളൂലടാ. അല്ല അത് നിരങ്ങി നിരങ്ങി നടക്കണം. വെള്ളം വെക്കൂ. എങ്ക ചക്കര സിംഗ ചക്കര സുമ്മാ ഇരിടാ ഇരിടാ കൂട്ടി കൂട്ടി വിചാരിക്കായിരിക്കും ഇതാരപ്പാ കുറെ ആയല്ലോ, കണ്ട എന്നെക്കാട്ടി പോത്ത് പോലെ വളർന്ന സാധനങ്ങളാ, എന്നിട്ട് കാണിക്കണ കന്നന്തുരു. അത്രേ ഉള്ളൂ. കന്നഡയൊക്കെ വെച്ച് സ്റ്റൈൽ ആയിട്ടിരിക്കാം. ഇനി സ്പീഡ് കൂട്ടിയാ അതാ ഡ്രൈവർ അമ്പു
കൂട്ടുന്നതും കുറയ്ക്കുന്നതിനും സമീപിക്കുക അങ്കു. പാടില്ല കോമഡി വീഡിയോ ആയി. ആനയുടെ പുറത്ത് കയറിയത് മുതൽ എനിക്ക് ഇതാ പാട്ട് വരുന്നത്. അമ്മേ ഐ ആം വീക്ക്. ആനയ്ക്കുള്ള തീറ്റ നിൽക്കൂലേടാ, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുള്ളൂ. ഇതെങ്ങനെ നിർത്തും? എനിക്കില്ല ഗിയറുള്ള വണ്ടി പോട്ടെ. അയ്യോ റിവേഴ്സ് വേണ്ടെന്ന്. എല്ലായിടത്തും ഊഞ്ഞാലൊരു വീക്ക്നെസ്സാണ്. നേരത്തെ ഒരു ഊഞ്ഞാൽ, ഇപ്പൊ ഒരു ഊഞ്ഞാൽ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ അണ്ണാ? അണ്ണ ഇത് കേക്കണം. പണ്ടത്തെ പോലെ നല്ല കാലം ഇപ്പൊ മാറിപ്പോയി. എന്ത് ചെയ്യാം, പിള്ളേർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഒരാനയുടെ പിറക്കി കയറിയതാണെങ്കിൽ എന്നാ മീൻ പിടിക്കാതിരിക്കുക. ആ ചേട്ടൻ നമ്മളെ വീഡിയോ പിടിക്കുക ചോദിച്ചിട്ടാണോ വീഡിയോ പിടിക്കണമെന്ന് ചോദിച്ചു നോക്കിയോ. അതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. ആര് പറയാൻ? പോട്ടെ എന്നാ പിടിച്ചിട്ട് എന്നാ പോയിട്ടാ ചോന്നിരിക്കുന്നു.